മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മനോജ് തങ്കപ്പനും ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം ശ്രീ സോമരാജും നേതൃത്വം നൽകുന്ന ജാഥ ഉടുമ്പന്നൂരിന്റെ മണ്ണിൽ ചാക്കപ്പങ്കവലിയിൽ ഒന്നുചേർന്നുകൊണ്ട് ബഹുമാനായ KPCCയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ റോയ് കെ പൗലോസ് അടക്കമുള്ള നേതാക്കന്മാർ അനുധാവനം ചെയ്ത് ഉടുമ്പന്നൂർ ടൗണില് ജാഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീ സോമരാജ് നേതൃത്വം നൽകുന്ന ജാഥയും ഉടുമ്പന്നൂരിന്റെ മണ്ണിൽ ചാക്കപ്പങ്കവലിയിൽ ഒന്നുചേർന്ന് ഉടുമ്പന്നൂർ പട്ടണത്തെ അലകടലാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മധീരരായിട്ടുള്ള സഹപ്രവർത്തകർ അണിനിരന്ന ജനമുന്നേറ്റ പദയാത്രയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുവാൻ ഈ വേദിയെ ഉപയോഗപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാര്, പ്രത്യേകിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ റോയ് കെ പൗലോസ് അടക്കമുള്ള ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാർ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. നമുക്കറിയാം, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോമ്രേഡ് വിജയൻ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിക്കുന്ന നയങ്ങളും സമീപനങ്ങളും ഭരണക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഉള്ള ജനവിഭാഗങ്ങളെല്ലാം വലിയ ജീവിതത്തിന്റെ വൈതരണികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റ് സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കും ദുരിതത്തെ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. 1957 മുതൽ ഇന്ന് വരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എത്രയധികം ഒരു ഭരണത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന്റെ എക്കണോമിയെ ഇത്രയധികം കടപ്പെടുത്തിയ ഒരു നാളുകളില്ല എന്നുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിദിനം ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും പേരിൽ വിദേശ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ നികുതി ഭാരത്തെ ചുമത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണക്രമമാണ് ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ വീണ്ടും ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിൽ പദ്ധതി പണത്തെ പ്ലാൻ ഫണ്ടിനെ വെട്ടിക്കുറച്ചുകൊണ്ട് തദ്ദേശീയമായ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഈ ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ മലമട്ടക്കുകളിലെല്ലാം നിരവധിയായ പാവപ്പെട്ട ആളുകൾ, ആദിവാസികള്, പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എക്കണോമിയിൽ താരതമ്യേന താഴെയുള്ള ആളുകൾ നിവസിക്കുന്ന ഒരു പഞ്ചായത്താണ്. അവരുടെ എല്ലാം പദ്ധതി പണത്തെ വെട്ടിക്കുറച്ചുകൊണ്ട് ജീവിതത്തിന് ഗതിയില്ലാത്ത ഒരു സാമൂഹ്യാവസ്ഥയെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് കഴിഞ്ഞ 2 ടേമായി മുന്നോട്ട് പോകുന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭരണകൂടം ലോക്കൽ ഗവൺമെന്റിന് ബഹുമാന്യനായ ശ്രീ റോയ് കെ പൗലോസും അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ നിരവധി തവണ നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ആ ഭരണകൂടത്തെ, തദ്ദേശീയ ഭരണകൂടത്തെ, ഇന്ന് നടക്കുന്ന ഭരണകൂടവുമായി നിങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ വിഷയങ്ങളിലും ഇടപെടലുകളും ആളുകളുമായി സംസർഗപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തദ്ദേശീയമായ ഒരു ലോക്കൽ ഗവൺമെന്റ്, അതിന് നേതൃത്വം കൊടുത്ത ഈ ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ മുൻ കാലയളവുകളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭരണ അവസ്ഥയുമെല്ലാം നിങ്ങൾ വിചിന്തനം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാവിലെ മുതൽ ഈ ജാഥയോടൊപ്പം നടന്നു വന്ന് ഈ ജാഥയ്ക്ക് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണയത്നം നടത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ അതിർവരമ്പുകളെല്ലാം ലംഘിക്കാതെ ഈ നാട്ടിൽ ജനാധിപത്യം പുലരണമെന്നുള്ള ദീപ്തമായ ആഗ്രഹത്തിന്റെ എല്ലാ സീമയെയും ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാര്, സഹപ്രവർത്തകര്, അവർക്ക് ഹാരാർപ്പണങ്ങൾ നൽകിയ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികള്, ഇവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ജാഥ നയിച്ച പ്രിയപ്പെട്ട ശ്രീ സോമരാജ് അടക്കം, പ്രിയപ്പെട്ട ശ്രീ മനോജ് തങ്കപ്പനടക്കമുള്ള നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.